അപ്പൊ ഞങ്ങളെ തുരങ്കപാതന്റെ ഒരു സംഗതി ഉണ്ടല്ലോ നമ്മൾ കണ്ടതൊക്കെ. തുരങ്കപാത ഉണ്ടാക്കുന്നതിട്ട് ഞങ്ങളൊരു ഭാഗമാകാൻ വേണ്ടി ഞാനും ഷഫീറും ഹൈദരാബാദ് പോയാണ്ട് ഞങ്ങൾ ഈ സാധനം കൊണ്ടുപോകുന്നത്. എൻ്റെ പേനല്ലേ കണ്ടോ? ഇപ്പം ഈ സാധനം ഞങ്ങൾക്ക് മേലേക്ക് ഇപ്പോൾ ഒരു ലോഡ് കുന്ന് കയറി ഇങ്ങോട്ട് വന്നിട്ടോ. ഇതൊരു കുന്നിൻ്റെ മുകൾക്ക് അത് അപ്പുറത്ത് കൂടെ റോഡുണ്ട്. ഇനി അതിലാട് മേലേക്ക് കയറണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിനുള്ള പണിയാണ്. അപ്പം തുടങ്ങാട്ടോ. ഫുള്ള് മേലെന്ന് എടുത്തുതരാം. മേലെത്തി ഇറക്കണ വരെയുള്ള വീഡിയോകളുണ്ട്. ആ അങ്ങനെ ഗൈസ് നമ്മൾ പണി നടക്കുന്ന സൈറ്റിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കുളിച്ചാൻ വന്നീന സ്ഥലമാണ് ഇതൊക്കെ. കുളിച്ചാൻ വന്നീന നമ്മളിവിടെ ഇതുണ്ടായിരുന്നല്ലോ, തോടല്ല, നമ്മള് വെള്ളച്ചാട്ടത്തേക്ക് വരുന്ന ആ സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ആ പാലം വരുന്നത്. ശരിക്കും വീഡിയോ എന്തൊക്കെ അന്നതീനെ ഞാൻ ഒഴിവാക്കും. ശരിക്കും കുടിച്ച വീഡിയോ. ഇവിടെയാണ് ആ പാലം വരുന്നത്. ഇവിടുന്ന് ആ പാലത്ത് വന്ന് പിന്നെ നേരെ തുരങ്കപ്പാതയിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഞങ്ങള് ഇവിടെ മുകളിലെത്തി. അപ്പൊ നമ്മള് കൊണ്ടുപോകുന്ന സാധനം ഇവിടെ പണിക്കാർക്ക് റൂം ഉണ്ടാക്കാൻ, ഓഫീസും കാര്യമൊക്കെ ഉണ്ടാക്കാനുള്ള മറ്റേ സിമെന്റിന്റെ പാനൽ ബോർഡാണ്. അതേ മോഡൽ കണ്ടോ? അപ്പൊ ഇനി ഇവിടെ എത്തി ചെങ്ങനെ കണ്ടില്ല അവൻ പറ്റേ. നമുക്ക് തുറന്ന് കയറാനുള്ള മലയാണ് അത്. ഇതല്ല തുറക്കാനുള്ളത് ഇവിടെ കണ്ടോ? ഏത്? അതൊന്നല്ല, അതാ ആയിരിക്കും. നോക്ക, ബാക്കിയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് പറയാം. അപ്പൊ മേലെ വണ്ടീൻ്റെ ലോഡർക്കുള്ള പരിപാടിയായി. സഫീർ ഇതാ മേലെ കയറിന്. ഓന് പണി എത്തില്ല, പണിയൊക്കെ പോലെ എടുത്തോളൂ. ഞങ്ങൾ അവിടെ നിന്ന് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ അവിടെ കാണുന്ന, അവിടെ നിന്നാണ് പണികൾ തുടങ്ങുന്നത്, തുരങ്കമുണ്ടാക്കുന്നത്. ആ പാറയാണ് തോന്നുന്നത്. അത് തുറന്നാണ് പോകണം. ക്രെയിന് വന്നാണ്ട് നമ്മളെ വണ്ടിയിൽ ബെൽറ്റ് ഇട്ടുണ്ട്. ഇതിങ്ങനെ ഇറക്കിയിട്ട് അവിടെ കൊണ്ടുപോയപ്പോൾ അപ്പൊ ഇതാണ് നമ്മളെ മറ്റേ തുരങ്കം. ഇവിടുന്നാണ് തുറക്കണേ. ഇവിടെ കാണിച്ചു തരാതെ ഇരിക്കണ പാറ. പാറ പൊട്ടിച്ചണൊക്കെ വെച്ചാൽ ഇവിടുന്നാണ് തുറക്കുന്നത്. ഇവിടുന്ന് അങ്ങനെ തുറന്ന് പോവാം. അപ്പൊ ഞങ്ങള് ലോഡൊക്കെ ഇറക്കി പോരുകയാണ്. തിരിച്ചിറക്കാണ്. വികസനങ്ങൾ നല്ല വരുന്നുണ്ട് ഇവിടെ. വികസനങ്ങൾ വരുന്നുണ്ട്. റോഡൊക്കെ അത്യാവശ്യം വീതി കൂടിയാണ്. ലോഡ് വണ്ടിയൊക്കെ കയറി പോരാത്ത കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മള് 14 ടണ്ണാണ് കയറ്റി പോകുന്നത്. അതുകൊണ്ട് കയറി പോയി. അപ്പൊ ലോഡൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. ഇതാണ് ഇവിടുത്തെ പണിക്കാരെ കൊണ്ടുപോകുന്ന ബസ്. ഈ വളവൊക്കെ അത്യാവശ്യം വീതി കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. അപ്പൊ ഞങ്ങള് താഴത്തെത്തിയിട്ടൊന്ന് കുളിക്കണം അല്ലേ? നിർബന്ധം. നല്ല തണുത്ത വെള്ളം ഉണ്ട്. അപ്പൊ ഉസാറാക്കി കുടിച്ചാല് ആ തിരുമ്പി കൂടി ഒരു കഴിയും. ഏതായാലും വളവൊക്കെ അത്യാവശ്യം വീതി കൂടിയാണ്. നല്ല 2-3-4 വളവുണ്ട്. വീതിയുണ്ട്. വീതി വേണല്ലോ. വേണം. വണ്ടി ഓടിയുള്ളൂ. പിന്നെ ലോഡ് വണ്ടിക്കാരൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കൊക്കായ ഉണ്ട് ഫ്രീ ആയിട്ട്. വേണമെങ്കിൽ പറിച്ചാ. ചോദിച്ചാ പറിച്ചിട്ട് ചോദിച്ചാലും മതിയല്ലോ.
പിന്നെ ഒരു കൊട്ടുപെട്ടെ ഉണ്ടല്ലേ. ഞങ്ങൾ പിന്നെ നോമ്പായോണ്ട് ഇപ്പൊ ഞങ്ങൾ പറിച്ചില്ല. ഞങ്ങള് ഇവിടെ കണ്ടിയും പറഞ്ഞാങ്ങയായി. അണ്ടിന്റെ അതിലല്ലേ പറഞ്ഞാണ്ടാവുള്ളൂ. നമ്മവിടെ ഒന്നും ആയിട്ടില്ല. ഇവിടെ അണ്ടി, മാങ്ങ, പോത്ത്, കൊക്കക്കായി എല്ലാ സാധനവും ഉണ്ട്.